സോനെ. ആ എടീ, നിനക്ക് പോയി കിടക്കാറായില്ലേടി? ഞാൻ പോയി കിടന്ന ഇവിടുത്തെ ജോലിയൊക്കെ പിന്നെ ആര് തീർക്കും? അമ്മ എന്താ അയാൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കാത്ത? ഞാൻ കൊടുക്കാടി. ബാക്കി വല്ലത് ഇരിപ്പുണ്ടോ? ഞാൻ ദാ ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ അതൊന്ന് കൊണ്ടുപോയി കൊടുത്താ മതി. ഓ ശരി. അമ്മേ, ആ ആ അമ്മ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നേ? അതുകൊണ്ട് കൊടുത്തിട്ട് പാത്രം തിരിച്ചതാ. എങ്കിൽ എനിക്കത് കഴുകി വെക്കാലോ. വേണ്ട വേണ്ട വേണ്ട, നീ പാത്രം ഒന്നും കഴുകി വെക്കണ്ട. അതൊക്കെ അയാള് ചെയ്തോളും. നീ പോയി കിടക്കാൻ നോക്ക്. ഉറപ്പാണോ അമ്മേ? അയാളെ കൊണ്ട് ഇത് ചെയ്യിക്കോ? ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഇവിടേക്ക് ബാഡ് സ്മെല്ലായിരിക്കും. ഞാൻ കഴിച്ചോളന്ന് പറഞ്ഞില്ലേ, നീ പോയിക്കേ. ഞാൻ പൊയ്ക്കോളാം. ആദ്യം ഞാൻ ഈ പാലൊന്ന് എടുത്തു വെക്കട്ടെ. ആ ശരി. ഇതിനെ എങ്ങനെ അവിടെ കൊണ്ടുപോയി ആഹാരത്തിൽ കലർത്തും? ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് ആ പാവത്തിന് ഇതുവരെ കഴിക്കാൻ പോലും ഒന്നും കൊടുത്തില്ലല്ലോ. ഇതൊരു കഷ്ടം ഇവര് ചെയ്യുന്നേ. അതെ, ദേ അടുക്കളയിൽ കുറച്ച് ജോലികൂടി ബാക്കിയുണ്ട്. പാത്രം കഴുകി വെക്കണം. അതുകൂടി കഴുകി വെച്ചിട്ട് വന്ന് ആഹാരം കഴിച്ചാൽ മതി. കേട്ടല്ലോ? ഇതോടെ മൂടി വെച്ചിട്ട് വേഗം ചെല്ല്. സോന അവിടെ കാത്തു നിൽക്കുക. പാത്രം കഴുകി വെച്ചാലേ ഞങ്ങൾക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ പറ്റൂ. ദാ അങ്ങോട്ടെടുത്ത് മൂടി വെക്കേ. വേഗം ചെല്ല്. ആഹാരം കൊടുത്തിട്ടും ഇവര് കഴിക്കാൻ വിടുന്നില്ലല്ലോ. വീണ്ടും എന്തോ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. സോന അവിടെ ഉള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇത് ചേർക്കാമായിരുന്നു. ഇത് കഴിച്ച ആന വന്ന് കുത്തിയാൽ പോലും അവൻ ഉറക്കം തെളിയാൻ പോകുന്നില്ല. എന്റെ ദൈവമേ, അവരെന്തായിരിക്കും ആഹാരത്തിൽ കലർത്തിയത്? ഇനി വല്ല വിഷമായിരിക്കും?
ഇനിയിപ്പോ എന്താ ചെയ്യാ? അദ്ദേഹം വരുമ്പോ ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞാലോ? അത് വേണ്ട. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ എല്ലാം പറയേണ്ടി വരത്തില്ലേ? അത് റിസ്കാ. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്ദിരേട്ടനെ സത്യനെ വല്ല അറിയിച്ചാലോ? ഈ കാര്യം അറിയിക്കാം. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ശ്യാമേട്ട, ശ്യാമേട്ടത് എങ്ങോട്ട് പോവാ? നമ്മുടെ റൂം എവിടെയല്ലേ? അല്ല, ഞാൻ ഇന്ദിരേട്ടനോടൊരു കാര്യം പറയാൻ. ഇന്ദ്രേട്ടൻ കിടന്നിട്ട് കുറെ നേരായി. സത്യേട്ടനും കിടന്നു കാണും. ഉറക്കമില്ലാത്തത് ശ്യാമേട്ടനാണല്ലേ? രാത്രിയായി ഇരുട്ടത്ത് പോയി നിന്ന് പുക വലിച്ചു കയറ്റുന്ന കാര്യമൊക്കെ എനിക്കറിയാം. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു ദുശീലും ഇല്ലാത്തൊരാള്. ഞാൻ പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വലിക്കണം? തീരെ വലിക്കാതിരുന്നാൽ എന്താ? ഒരു ദിവസം ആരും കാണാതെ 4-5 എണ്ണെങ്കിലും വലിക്കില്ലേ? ഇതിനൊക്കെ എത്ര കാശ് വേണമെന്നാ? എടി, ഞാൻ വലിക്കാതിരുന്നോളാം, പോരെ? എന്നാ ചെന്ന് കിടക്കാൻ നോക്ക്. ഇനിയിപ്പൊ ആരോടൊന്നും സംസാരിക്കണ്ട. രാവിലെ എല്ലാവരും ഇവിടെ തന്നെ കാണുമല്ലോ. പോയി കിടക്ക ശ്യാമേട്ട. എനിക്ക് ലൈറ്റ് ഓഫ് ആക്കിട്ട് വന്ന് കിടക്കണം. ചെല്ല്.